ഞാൻ ഡോക്ടർ ദീപ സാമുവൽ, കോട്ടയം കിംസ് ആശുപത്രിയിലെ ENT സർജനാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കൂർക്കംവലിയെ പറ്റിയാണ്. കൂർക്കംവലി നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലൊരു ജനസംഖ്യയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കൂർക്കംവലി. നമ്മൾ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 35 മുതൽ 40% പുരുഷന്മാരെയും ഒരു 15 മുതൽ 20% സ്ത്രീകളെയും ഈ കൂർക്കംവലി ബാധിക്കാറുണ്ട്. ഇനി നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് കൂർക്കം വലിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൂടി വരാറുണ്ട്. നമ്മൾ ഹാബിച്വൽ സ്നോറിങ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യത്തേക്കും കൂടുതൽ കൂർക്കം വലിക്കുക. അത് ഏകദേശം ഒരു 15% കുട്ടികളെയും ഒരു 30 മുതൽ 40% മുതിർന്നവരെയും ബാധിക്കാറുണ്ട്. നമ്മൾ എന്തുകൊണ്ട് കൂർക്കം വലിക്കുന്നു? നമ്മളാണെങ്കിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ മസിൽസ് ഒരു റിലാക്സ് സ്റ്റേറ്റിലായിരിക്കും. ആ റിലാക്സ് സ്റ്റേറ്റിൽ ചിലർക്കൊരു പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ആ സമയത്ത് അവിടെ ഉണ്ടാകാറുണ്ട്. ആ പാർഷ്യൽ ഒബ്സ്ട്രക്ഷനെതിരെ നമ്മൾ ബ്രീത് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മുടെ നാക്ക്, നമ്മുടെ ടോൺസിൽ, നമ്മുടെ നാക്കിൻ്റെ പുറകിലത്തെ ആ ഏരിയ അതെല്ലാം ഒരു സൗണ്ട് ഉണ്ടാക്കും, ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. ആ വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന ശബ്ദമാണ് നമ്മൾ ഈ കൂർക്കം വലിയായിട്ട് കേൾക്കുന്നത്. ചിലരുടെ കൂർക്കം വലി നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടല്ല, നമ്മുടെ ആ റൂമിനകത്ത് നമ്മുടെ തൊട്ടടുത്ത ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ കേട്ടെന്ന് വരത്തുള്ളൂ. എന്നാൽ ചിലരുടെ കൂർക്കം വലി നമുക്ക് അപ്പുറത്തെ മുറി വരെയും കേൾക്കാറുണ്ട്. അപ്പോൾ അറൗണ്ട് ചിലർക്കൊക്കെ 90 ഡെസിബിളിന് മുകളിൽ പോകാറുണ്ട്. നമ്മളിനി ഈ 90 ഡെസിബിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ സാധാരണ സംസാരിക്കുന്ന ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് അറൗണ്ട് 50 to 60 ഡെസിബിൾസാണ്. അപ്പോൾ ഒരു 90 ഡെസിബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രാസ് ഒക്കെ തെളിക്കുന്ന ഒരു ലോൺ മൂവർ ഒക്കെ ഇല്ലേ, അതോ അല്ലെങ്കിൽ ആംബുലൻസിൻ്റെ സൗണ്ട് ഒരു 100 ഡെസിബിൾസ്. അപ്പോൾ ആ ഒരു സൗണ്ട് വരേക്കും ചിലർക്ക് കൂർക്കം വലി പോകാറുണ്ട്. നമുക്കിനി കൂർക്കം വലിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അത് കുട്ടികളിലാണെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഈ മൂക്കിൻ്റെ പുറകിൽ ദശ വളർച്ച, അഡിനോയിഡ് എന്ന് പറയും, അത് കാരണമോ അല്ലെങ്കിൽ വായിക്കകത്ത് ടോൺസിൽ എന്ന് പറയുന്ന ഗ്ലാൻഡ് വീർത്തിരിക്കുകയോ അല്ലെങ്കിൽ ഈ രണ്ടും കൂടി വീർക്കുന്ന സ്റ്റേറ്റും ഉണ്ട്. അഡിനോയിഡും ടോൺസിൽ രണ്ടും വീർത്തിരിക്കുന്ന സ്റ്റേറ്റ് അതും കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം കുട്ടികളിൽ കൂർക്കം വലി ആയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു കാരണം, കൂർക്കം വലി എന്നുള്ള കാരണം കൊണ്ട് മാത്രം തന്നെ പേരൻസ് കുട്ടികളെ OPയിൽ കൊണ്ടുവരാറുമുണ്ട്. ഇനി മുതിർന്നവരിൽ എന്താ നമുക്ക് കാരണം എന്ന് നോക്കാം. അത് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നുവെച്ചാൽ എവിടെയാണ് തടസ്സം അതിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പം മൂക്കിലാണെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്, മൂക്കിനകത്ത് ദശ വളർച്ച, അത് ചിലപ്പം ക്യാൻസർ ഉള്ള കട്ടികളാവും, ക്യാൻസർ അല്ലാത്ത കട്ടികളാവും. അല്ലെങ്കിൽ മൂക്കിനകത്ത് ബോൺ വീർത്തിരിക്കുക, അല്ലെങ്കിൽ മൂക്കിൻ്റെ ആ ദ്വാരം തുടങ്ങുന്നിടത്ത് അവിടുത്തെ സ്ഥലം താന്നിരിക്കുക, അല്ലെങ്കിൽ മൂക്കിൻ്റെ ബാക്കിലെ ഏരിയ അവിടെ നേസോഫാരിങ്സ് പറയും, അവിടെ എന്തെങ്കിലും തടിപ്പ്, ഇതൊക്കെ കാരണം മൂക്കിൽ കൂടെ കാറ്റ് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം കാരണം കൂർക്കം വലിയും ഉണ്ടാവാറുണ്ട്. അടുത്തത് നമുക്ക് തൊണ്ടയിലെ കാര്യങ്ങൾ നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോൺസിൽ വീർത്തിരിക്കുകയോ അല്ലെങ്കിൽ നാക്ക്, ചിലർക്ക് വലിയ നാക്കായിരിക്കും, അത് കാരണമോ, അല്ലെങ്കിൽ ത്രോട്ടിലെ ഓരോ മുഴകൾ കാരണമോ, അല്ലെങ്കിൽ നമ്മുടെ കുറിനാക്ക് തൂങ്ങിയിരിക്കുകയോ, സാധാരണക്കാലം തൂങ്ങിയിരിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൽവാണ്. നമ്മളാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പം അത് നമ്മുടെ ലങ്സിലേക്ക്, നമ്മുടെ ശ്വാസകോശത്തേക്ക് പോവാതിരിക്കാനായിട്ട് അത് തടസ്സപ്പെടുത്തുന്ന ഒരു വാൽവാണ്. അപ്പം അത് എപ്പിഗ്ലോട്ടിസിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ളവരോ അങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് ഉള്ളവർക്കും ഈ കൂർക്കം വലി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതല്ലാതെ നമ്മുടെ താടിയിൽ കുറച്ച് പുറകിലേക്ക് ഇരിക്കുന്നവർക്കും ആ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആവും, അങ്ങനെയുള്ളവരും കൂർക്കം വലി കാണാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ കാണുന്ന രീതിയിലുള്ള നമ്മുടെ ബോഡിക്കകത്ത് ഉള്ള അനാറ്റമിക്കൽ ചേഞ്ച്, വ്യത്യാസങ്ങൾ. ഇനി ഇതല്ലാതെ ജനറലായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണം എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ വെയിറ്റ് ഇൻ kg ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അത് ഏകദേശം ഒരു 30ക്ക് മേളിലാണെങ്കിൽ നമ്മൾ ഒബീസ് ആണ് ആളെന്ന് പറയും. എന്ന് വെച്ചാൽ ആള് അമിതവണ്ണത്തിൽ ആ കാറ്റഗറിയിൽ പെടുന്നു. ഇനി അതല്ലാതെ പിന്നുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ആൽക്കഹോൾ എടുക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ എടുക്കുന്നവർ, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഗുളികൾ എടുക്കുക, ഇങ്ങനെയുള്ളവരിലൊക്കെ കൂർക്കം വലി കാണാറുണ്ട്. കൂർക്കം വലിയും അമിതവണ്ണവും കൂടി ഒരു ഇന്റർറിലേറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കം വലിക്കുന്നവരിൽ പൊതുവെ അമിതവണ്ണം ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവരിൽ എന്തായാലും കൂർക്കം വലിയും ഉണ്ടായിരിക്കും. അതൊരു സൈക്കിൾ തന്നെയാണ്. കൂർക്കം വലി കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്കാണെങ്കിൽ ഈ കൂർക്കം വലിക്കുന്ന ആൾക്ക് രാത്രി ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് ശരിയാവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾ എഴുന്നേക്കും. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ സ്ലീപ്പ് പാറ്റേൺ തടസ്സപ്പെടുത്തുമ്പോൾ ആ കംപ്ലീറ്റ് സ്ലീപ്പ്, ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്തപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കത്തില്ല.
അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഫ്രഷ്നെസ് ഇല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേക്കും, അന്നത്തെ ദിവസത്തെ നമ്മുടെ പാറ്റേണെ തടസ്സപ്പെടും. അന്നത്തെ ഡേ അയാൾ ഇറിറ്റബിൾ ആയിരിക്കും, അയാളുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഡിപ്രഷനിലേക്ക് പലരും പോകാറുണ്ട്, മെമ്മറി ലോസ് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് അന്നത്തെ ദിവസം ഫുൾ തലവേദന കാണാറുണ്ട്. ചിലർക്കാണെങ്കിൽ അവരുടെ സെക്സിനോടുള്ള താല്പര്യത്തിന് പ്രശ്നം വരും. ഇങ്ങനത്തെ ഉള്ളവർക്കാണെങ്കിൽ ഈ ആക്സിഡൻസ്, നമ്മൾ ഈ വണ്ടി ഓടിച്ച് സമയത്ത് ചിലരൊക്കെ ഉറങ്ങിപ്പോവുമല്ലോ, അങ്ങനെയുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻസിന് വരെ വിധേയപ്പെടാറുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ അത് വേറൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂർക്കം വലിക്കുന്നവരല്ല അവരനുഭവിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ കൂടെയുള്ള പാർട്ട്ണറും അവരുടെ വീട്ടിലുള്ള ആളുകൾക്കും ഈ കൂർക്കം വലി കാരണം അവർക്ക് ഉറക്കം ശരിയാവാറില്ല. അങ്ങനെ ആകുമ്പോൾ പല വീടുകളിലും കുടുംബസമേതമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കാരണം പല കുടുംബങ്ങളിലും ഓരോ സ്റ്റേറ്റ് ഓഫ് ഡിവോഴ്സിലേക്ക് വരെയും എത്താറുണ്ട്. എല്ലാ കൂർക്കം വലിയും ഒരു പ്രശ്നമല്ല. എന്നാൽ ചിലപ്പോൾ നമ്മൾ കൂർക്കം വലിക്കുമ്പം നമുക്ക് നമ്മുടെ ശ്വാസം തടസ്സപ്പെടുകയും അതിന് നമ്മൾ പറയുന്ന കണ്ടീഷൻ്റെ പേരാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, അല്ലെങ്കിൽ ഒസാസ് എന്ന് പറയും. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രീതിങ് ഓൾമോസ്റ്റ് 10 സെക്കൻഡ്സിനാലും കൂടുതൽ ബ്രേക്ക് ആക്കുകയും അങ്ങനെ ഒരു രാത്രി തന്നെ 5 എപ്പിസോഡിനാലും കൂടുതൽ ഉണ്ടാകുകയെന്ന് പറയുന്നതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുമ്പം നമ്മുടെ ബ്രീതിങ് ബ്രേക്ക് ആകുകയും അത് കാരണം നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഇത് കാരണം നമ്മൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കുകയും അത് കാരണം നമ്മുടെ സ്ലീപ്പ് പാറ്റേണെ അത് ബ്രേക്ക് ആക്കുകയും ചെയ്യും. ഇത് കാരണമുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ ഓക്സിജൻ്റെ അളവ് രക്തത്തിൽ കുറയുകയും നമ്മുടെ ലങ്സിലേക്കും ഹാർട്ടിലേക്കും കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യും. അത് കാരണം പല അസുഖങ്ങൾക്കും ഇതൊരു കാരണമാകാറുണ്ട്. മോറോവർ നമ്മുടെ ഈ ഡയബറ്റിസും BP ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ അതിനായിട്ട് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നവർക്ക് നമ്മളാണെങ്കിൽ ഇത് പ്രത്യേകം ഇങ്ങനെ അസുഖമുള്ള പ്രശ്നമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അല്ലെങ്കിൽ അത് പല രോഗങ്ങൾക്കും അത് കാരണമാകാറുണ്ട്. ഇതിനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമ്മൾ ഇതിന് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണുള്ളത്. അത് നമ്മൾ ഐഡിയലി നമുക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ തന്നെ ചെയ്യാം. ഇതെല്ലാ സെൻറ്റേഴ്സിലും നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ അവൈലബിൾ ആണ്. സ്ലീപ്പ് സ്റ്റഡി ഒരു ഓവർനൈറ്റ് ടെസ്റ്റാണ്. രാത്രി കിടന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് റെഡിയാവും. അപ്പോൾ ഇതിനകത്ത് എന്താ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്, നമ്മുടെ ഹാർട്ട് റിതം, നമ്മുടെ മസിലിൻ്റെ മൂവ്മെൻറ്റ്, നമ്മൾ മൂക്കിൽ കൂടെ വായിൽ കൂടെ ശ്വാസം എടുക്കുമ്പം അതിൻ്റെ അളവ്, നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്, ഇതെല്ലാം അത് മെഷർ ചെയ്യുകയും അതിനെയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമ്മളെ സിസ്റ്റത്തിൽ കയറ്റി അതിനെയാണെങ്കിൽ നമ്മളൊരു പ്രിൻ്റ് ഔട്ട് ഫോം പോലെ ആക്കിയെടുക്കും. ബേസിക്കലി അപ്പം നമുക്കത് എത്രയാണ് നമ്മുടെ കൂർക്കം വലി കാരണം നമ്മുടെ ബോഡിനെ അത് എത്ര ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ടെസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഫർദർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഈ കൂർക്കം വലിക്കുന്നവർക്ക് പൊതുവെ അവർ കൂർക്കം വലിക്കുന്നത് മനസ്സിലാവാറില്ല. അവരുടെ കൂടെയുള്ള താമസിക്കുന്ന പാർട്ട്ണറോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ പറയുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു സിവിയറിറ്റി മനസ്സിലാവുന്നത്. എന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നേടുക എന്നുള്ളത് എല്ലാവരും ചെയ്യാറുമില്ല. എന്നാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കിതിൻ്റെ ചികിത്സ നേടണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ രണ്ടായി തിരിക്കാം. ഒന്ന് സർജിക്കൽ മാനേജ്മെൻറ്റും എന്ന് വെച്ചാൽ സർജറി ചെയ്തുള്ള ചികിത്സയും, അല്ലാത്തത് സർജറി അല്ലാതെ ഉള്ള ചികിത്സയും. സർജറി ചെയ്തുള്ള മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ ലെവൽസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ, മൂക്കിലാണെങ്കിൽ പാലത്തിൻ്റെ വളവ്, തൊണ്ടയിലാണെങ്കിൽ ടോൺസിലിൻ്റെ സർജറി. അപ്പോൾ ഈ ഓരോ തടസ്സങ്ങൾക്കും അതിൻ്റെതായ സർജറി ഇപ്പോൾ അവൈലബിൾ ആണ്. ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ തടസ്സം മാറ്റുകയും പലർക്കും കൂർക്കം വലിക്ക് വ്യത്യാസം വരാറുമുണ്ട്. എന്നാൽ പലർക്കും ഇത് അല്ല കാരണം, നമ്മൾ പറഞ്ഞ അല്ലാതെ ഈ അമിതവണ്ണം ബാക്കി ഹാബിറ്റ്സ് ഒക്കെ കാരണം കൂർക്കം വലി എങ്കിൽ അതിന് നമ്മൾ പ്രത്യേകിച്ച് സർജിക്കൽ അല്ല, നോൺ സർജിക്കൽ എന്ന സർജറി അല്ലാത്ത മാനേജ്മെൻറ്റാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് കോമൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വെയിറ്റ് കുറയ്ക്കുക. നമുക്ക് പലർക്കും അറിയാവുന്നതാണ്, പക്ഷേ നമുക്ക് അത് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പം പറയാൻ എളുപ്പമാണ്, ഒരു 5 കിലോ 10 കിലോ കുറയ്ക്കുക എന്നുള്ളത്. പക്ഷേ അത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പം അത് മന്ത്സോളം എടുക്കും. അപ്പം പക്ഷേ അതാണ് നമ്മുടെ ബേസിസ് ഓഫ് കൂർക്കം വലിയുടെ ട്രീറ്റ്മെൻറ്റ്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് നമ്മൾ എന്തായാലും ചെയ്തു തുടങ്ങിയതിൻ്റെ കൂടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇതല്ലാതെ ആൽക്കഹോൾ എടുക്കുന്നവർ, സെഡേറ്റീവ്സ്, ഉറങ്ങാനുള്ള ഗുളിക എടുക്കുന്നവർ, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അങ്ങനത്തെ ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവരൊക്കെ അതിനെ ബ്രേക്ക് ചെയ്യുകയും ആ ഹാബിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുകയും നമ്മുടെ ബാക്കിൽ ഒരു ബോഡി പില്ലോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കാരണം നമുക്ക് ആ ബെറ്റർ ഓക്സിജൻ ഫ്ലോ ലങ്സിലേക്കും അത് കാരണം ഹാർട്ടിലേക്കൊക്കെ കിട്ടും.
അപ്പോൾ ആ കൂർക്കം വലിയുടെ ഇൻറ്റൻസിറ്റിയും കുറയും. നമുക്ക് ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇതിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ CPAP മെഷീനാണ്. CPAP എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറൈസ്ഡ് ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ചെല്ലുന്നു. നമ്മുടെ ആ ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷനെ അത് ബൈപ്പാസ് ചെയ്യുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ഓക്സിജൻ ചെല്ലുമ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. നമ്മുടെ ഉറക്കത്തിൽ ഒരു തടസ്സം വരുന്നില്ല. നമുക്ക് നല്ലപോലെ ഉറങ്ങുകയും ചെയ്യാം. എന്നാൽ വേണ്ടിയ ഓക്സിജൻ ബോഡിക്ക് കിട്ടുകയും ചെയ്യുന്നു. അത് കാരണം ആ ആൾ രാവിലെ എഴുതേക്ക് ഫുള്ളി ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് ഉപയോഗിച്ച് പലർക്കും നല്ല വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പം ഈ CPAP മെഷീൻ എന്ന് പറയുന്ന കാര്യം പല സ്ഥലങ്ങളിലും പല വെറൈറ്റി പല മോഡലുകൾ എല്ലാം അവൈലബിൾ ആണ്. പല റേഞ്ച് ഉണ്ട്. അപ്പം നമുക്ക് ഏതാ സൂട്ടബിൾ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതല്ലാതെ നമ്മുടെ ഈ മുൻപ് പറഞ്ഞ നമ്മുടെ മൂക്കിൻ്റെ ആ തുടക്കത്തിലുള്ള നേസൽ വാൽവ്, ആ തുടക്ക ഭാഗം അവിടെ കൊളാപ്സ് ഉള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് വെക്കത്തക്ക രീതിയിലുള്ള മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ താടിയിൽ പുറകിലേക്ക് ഇരിക്കുന്നവർ അത് മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുന്ന ടെക്നിക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഏതാ നമുക്ക് വേണ്ടിയെന്നുള്ളത് നമ്മൾ ആ ഡോക്ടറോട് സംസാരിച്ചിട്ട് അത് നമ്മൾ തീരുമാനിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഇതേ ബുദ്ധിമുട്ടുള്ള അനേകരുണ്ട്. അപ്പം ഏറ്റവും അത്യാവശ്യം വേണ്ടിയെന്ന് പറഞ്ഞാൽ അതിന് ചികിത്സ തേടുകയും ഈ ബുദ്ധിമുട്ടിൽ നിന്നൊരു മോചനം നേടുകയാണ് അത്യാവശ്യം.